Hi friends, welcome to I+. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നെറ്റ് ഇംഗ്ലീഷിന്റെ PYQ ആണ്. ഓക്കെ, അപ്പോൾ നെറ്റ് ഇംഗ്ലീഷിന് ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടാലോ? വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഡെഫിനിഷൻസ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് വന്നിട്ടുള്ളത് ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, ദാറ്റ് മീൻസ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, സ്റ്റേറ്റ്മെന്റ്സ് അഥവാ ഡെഫിനിഷൻസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ധാരാളം സ്റ്റേറ്റ്മെന്റ്സ് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിനകത്തിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഈ 5 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി. നോക്കാം. സോ ആദ്യമായിട്ട് നമുക്ക് വരുന്നത് the term nation language was coined by Derek Walcott. Derek Walcott coin ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് നേഷൻ ലാംഗ്വേജ് എന്നാണ് ആദ്യം തന്നേക്കുന്നത്. അടുത്ത നോക്കി, poetic justice is a term invented by Thomas Rhymer to convey the idea that evil is punished and virtue is rewarded. Okay, നോക്കി, poetic justice is a term invented by Thomas Rhymer to convey the idea that evil is punished and virtue is rewarded. അടുത്തത്, the term neo-colonialism was coined by Thiago. ഇവിടെ നമുക്ക് നിയോ കൊളോണിയലിസം എന്ന് പറയുമ്പോൾ ഒരേടെ ആവശ്യമില്ല, നിയോ കൊളോണിയലിസം. ഓക്കെ, nihilism is a word invented by Turgenev in his novel Fathers and Sons. Caxton, നമ്മുടെ വില്യം കാക്സ്റ്റൺ, പ്രിന്റിംഗ് പ്രസിന്റെ ആള്. Caxton in preference to Mallory's de Morte d'Arthur listed 9 heroes of late medieval literature. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്സ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. നോക്കാം ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, ഏതൊക്കെയാണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നതെന്ന്. അതിന് നമുക്ക് ഓപ്ഷന്റെയും കൂടെ സഹായം എടുക്കാവേ. ദി ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. Choose the correct answer from the options given below. BDE ഉണ്ട്, ABC ഉണ്ട്, BCD ഉണ്ട്, അതുപോലെ തന്നെ ACD ഉണ്ട്. ഓക്കെ, BDE, ABC, BCD, അതുപോലെ തന്നെ ACD, ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നോക്കാം. അപ്പൊ ഇതിൽ ശരി ഉത്തരമായിട്ട് നമുക്ക് വരുന്നത് BDE ആണ്. BDE. അപ്പൊ അടുത്ത റെസ്പോൺസിബിലിറ്റി എന്താ? ഈ BDE കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം അല്ലേ? അപ്പൊ നോക്കി, ബി ഇതാണ്, DE. BDE ഒന്ന് വായിച്ചു നോക്കി. പോയറ്റിക് ജസ്റ്റിസ് ഈസ് എ ടേം ഇൻവെന്റഡ് ബൈ തോമസ് റൈമർ. തോമസ് റൈമർ ഇൻവെന്റ് ചെയ്ത ടേം ആണ് ടു കൺവേ ദ ഐഡിയ ദാറ്റ് എവിൽ ഈസ് പണിഷ്ഡ് ആൻഡ് വിർച്യു ഈസ് റിവാർഡഡ്. അടുത്തായിട്ട് നമുക്ക് വരുന്നത് നിഹിലിസം ആണ്. ഓക്കെ, നിഹിലിസം എന്ന് പറയുന്ന വേർഡ് ഇൻവെന്റ് ചെയ്തത് അല്ലെങ്കിൽ ടേം ഇൻവെന്റ് ചെയ്തത് നമ്മുടെ ടെർഗനോവ് ആണ്. അദ്ദേഹത്തിന്റെ വർക്ക് ആയിട്ടുള്ള ഫാദേഴ്സ് ആൻഡ് സൺസിലൂടെ. ഇനി അടുത്തത് കാക്സ്റ്റന്റെ കാര്യമാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കാക്സ്റ്റൺ ഇൻ പ്രിഫറൻസ് ടു മോർട്ടെ d'Arthur, മെലോറിയുടെ മോർട്ടെ d'Arthur ലിസ്റ്റഡ് 9 ഹീറോസ് ഓഫ് ലേറ്റ് മിഡീവൽ ലിറ്ററേച്ചർ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ശരി ഉത്തരം ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ BDE ആണ് നമുക്ക് ശരി ഉത്തരമായിട്ട് വരുന്നത്. BDE. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും ഇത്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ്സിൽ ഇതാണ് നമുക്ക് ചോദ്യമായിട്ട് വന്നത്. പല ഫീൽഡിൽ നിന്നുള്ള പോയിന്റ്സ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? നിയോ കൊളോണിയലിസം ഉണ്ട്, അതുപോലെ തന്നെ നിഹിലിസം ഉണ്ട്, കാക്സ്റ്റണുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ് ഉണ്ട്, പോയറ്റിക് ജസ്റ്റിസ് ഉണ്ട്, നിയോ കൊളോണിയലിസം ഉണ്ട്. ഇത്രയും ഏരിയാസ് നമുക്ക് ഉണ്ടായിരുന്നു. ഇതിനകത്തിൽ കറക്റ്റ് ആണ് നമ്മൾ പിക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ അടുത്ത നോക്കാം. Who among the following did not belong to the category of angry young man generation of British playwrights and novelists? ഇതിന്റെ ഉത്തരം നിങ്ങൾ ഓരോരുത്തരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ്. ആംഗ്രി യങ് മാൻ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഗ്രൂപ്പുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഈ ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ആരാണ്? Who among the following is not included? ഈ ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ആരാണെന്നാണ് ചോദ്യം. ആമിസ് കിങ്സ്ലി അഥവാ നമ്മുടെ കിങ്സ്ലി ആമിസ് ഉണ്ട്, ജോൺ ഓസ്ബോൺ ഉണ്ട്, കോളിൻ വിൽസൺ ഉണ്ട്, JB പ്രിസ്ലി ഉണ്ട്. ഓക്കെ, ആരൊക്കെയാണ് ഇൻക്ലൂഡഡ്? ആമിസ് കിങ്സ്ലി എന്ന് പറഞ്ഞാൽ കിങ്സ്ലി ആമിസ്, ജോൺ ഓസ്ബോൺ, കോളിൻ വിൽസൺ, അതുപോലെ തന്നെ JB പ്രിസ്ലി. ഓക്കെ, അപ്പൊ ഇതിനകത്തിൽ ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? നമ്മുടെ ആംഗ്രി യങ് മാൻ ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രിസ്ലിയാ കേട്ടോ. JB പ്രിസ്ലി ആണ് ഈ ഗ്രൂപ്പിൽ ഇല്ലാത്തത്. ആമിസ് ഗ്രൂപ്പിലെ മെമ്പർ ആണ്, ജോൺ ഓസ്ബോൺ ഉണ്ട്, അതുപോലെ തന്നെ കോളിൻ വിൽസൺ വരുന്നുണ്ട്. ലുക്ക് ബാക്ക് ഇൻ ആംഗ്രുമായിട്ട് ബേസ് ചെയ്തിട്ട് ധാരാളം വർക്ക് ഒക്കെ എഴുതാനായിട്ട് ഈ റൈറ്റർക്ക് സാധിച്ചിട്ടുണ്ട്, ഓസ്ബോണിന് സാധിച്ചിട്ടുണ്ട്. ആംഗ്രി യങ് മാനുമായിട്ട് ബേസ് ചെയ്ത് എഴുതിയ വർക്കാണ് ലുക്ക് ബാക്ക് ഇൻ ആങ്കർ.
ലുക്ക് ബാക്ക് ഇൻ ആങ്കർ. ഓക്കെ, ആംഗ്രി യങ് മാൻ ഗ്രൂപ്പുമായിട്ട് ബേസ് ചെയ്ത് എഴുതിയ വർക്കാണ് ലുക്ക് ബാക്ക് ഇൻ ആങ്കർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 62ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇതിപ്പം പാർട്സ് ആയിട്ട് ചെയ്യുന്ന ഒരു ഡിസ്കഷൻ വീഡിയോ ആയതുകൊണ്ട് ആദ്യത്തെ പാർട്ടുണ്ട്. പാർട്ട് 1 നമ്മൾ ഇതിന് മുന്നേ ഉള്ള ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 51ാമത്തെ മുതൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. 2024 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ആ ഒരു ചോദ്യത്തിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ക്വസ്റ്റ്യൻസ് മിസ്സാവും. ഓക്കെ, ശരി. അപ്പൊ ഇതിനെ ഒരു എന്താണ് കോമൺ ആയിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡിസ്കഷൻ സ്റ്റഡി ആയിട്ടൊക്കെ കണ്ടാൽ മതി. കാരണം നിങ്ങൾ ടോപ്പിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാമിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. ആ സമയത്ത്